നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്തിൽ പൊട്ടിമട എന്ന് പറയുന്ന ഒരു ദേശത്താണ് നിൽക്കുന്നത്. അതായത് ഞങ്ങളുടെയൊക്കെ നാട്. വലിയൊരു വിഷയം സംസാരിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നതും. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്ത് കളയാതെ ഒന്ന് മുഴുവനായിട്ട് കാണുക. ഞങ്ങളുടെ ഇടയിലുള്ളൊരു യുവാവ്, ഞങ്ങളുടെ ഒപ്പം നടന്ന ഈ നാട്ടുകാരൻ, പൊട്ടിമടയിലെ ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് ഒരു വലിയൊരു അപകടം സംഭവിച്ചിട്ട് ചികിത്സയിലാണ്. അപ്പോൾ ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. അപ്പോൾ വലിയൊരു തുക ആവശ്യമായതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാർ, മതസംഘടനകൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് നാട്ടിൽ പിരിക്കുന്നതിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾക്കും പങ്കുചേരണം. കാരണം ഒരു കുടുംബത്തിൻ്റെ ആശ്രയം ആയിരുന്നു അവൻ. അപ്പോൾ അതിനു വേണ്ടിയുള്ള നമ്മളുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന എത്രയും ചെറിയ തുകയാണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ വലിയൊരു തുക ആവശ്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലൊക്കെ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച ബന്ധപ്പെട്ട അതിൻ്റെ ആളുകളൊക്കെ തന്നെ പറയും. നമുക്ക് ഇതിൻ്റെ ഈ അപകടത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ എത്ര രൂപ കളക്ട് ചെയ്യണമെന്നൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കൂട്ടായ്മയിലെന്ന് ചോദിച്ചറിയാം. നമ്മുടെ പൊട്ടിമട നിവാസിയായിട്ടുള്ള രാധാകൃഷ്ണൻ്റെ മകൻ ദിവീഷ് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും അദ്ദേഹത്തെ ഉടൻ തന്നെ മുടപ്പിലൂർ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അദ്ദേഹത്തെ തൃശ്ശൂരുള്ള അശ്വിനി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. 2-3 ദിവസത്തെ അവിടുത്തെ ചികിത്സ ഗുണകരമല്ല എന്ന നിലയിൽ ഹോസ്പിറ്റലുകാർ അവിടെ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് അവർ നേരെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് റെഫർ ചെയ്തു. അവിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇപ്പോൾ വിദഗ്ധ ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് കൂലിപ്പണിക്കാരനായിട്ടുള്ള ദിവീഷിൻ്റെ വീട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ബില്ല്. 4 മണിക്കൂർ ഇടപെട്ടുകൊണ്ടിപ്പോൾ ഡയാലിസിസ് ചെയ്യുകയാണ്. അയാളുടെ കിഡ്നിക്ക് ബാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാല് മുറിച്ചു മാറ്റേണ്ട സാഹചര്യമുണ്ടായി. അപ്പോൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് 16 ലക്ഷം രൂപയോളം ബില്ല് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി തുടർ ചികിത്സ വേണം. എല്ലാ ദിവസവും വലിയ ബില്ലുകൾ വരുന്നു. വീട്ടുകാർക്ക് ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഇന്നലെ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ പൊതുജനങ്ങളും കൂടെ ചേർന്നുകൊണ്ട് ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ആ സമിതി നല്ല രീതിയിൽ രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നമ്മളുടെ ജനകീയമായ രീതിയിൽ തന്നെ വാട്സപ്പ് കൂട്ടായ്മകളും ഫേസ്ബുക്കിലേക്കും എല്ലാം തന്നെ അത് ഇപ്പോൾ ആയിട്ടുണ്ട്. ഏകദേശം 500ഓളം ആൾക്കാരതിൽ അംഗങ്ങളായി പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ഈ പ്രദേശത്തെ എല്ലാ വീടുകളും കയറി ഇറങ്ങി ഈ ഞങ്ങളുടെ സഹോദരനായിട്ടുള്ള ദിവീഷിനെ സഹായിക്കാൻ ആവശ്യമായ സഹായം ചോദിക്കുകയാണ്. നല്ല രീതിയിൽ അതിൻ്റെ പ്രതികരണമാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഞങ്ങൾ ഇറങ്ങുമ്പം 4-5 പേരായിരുന്നു. എല്ലാ വീട്ടിൽ നിന്നും ഓരോരുത്തർ ഞങ്ങളോടൊപ്പം കൂടുകയാണ്. നിലവിൽ ഈ 7-8 പണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 7-8 വാർഡിലെ മെമ്പർമാർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. കഴിഞ്ഞ മെമ്പർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 7-8 വാർഡിലെ കഴിഞ്ഞ മെമ്പർമാർ ഞങ്ങളോടൊപ്പമുണ്ട്. ഈ ചികിത്സാ സഹായ സമിതി അല്ലെങ്കിൽ ഈ ഫണ്ട് ശേഖരിക്കുന്ന കമ്മിറ്റിയുടെ, ജനകീയ കമ്മിറ്റിയുടെ രക്ഷാധികാരികൾ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രാജനാണ്. അതേപോലെ തന്നെ മറ്റൊരു രക്ഷാധികാരി തൃശ്ശൂരിൻ്റെ MP ആയിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള പ്രതാപൻ ആണ്. അതേപോലെ തന്നെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രവിമാഷും രക്ഷാധികാരിയായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഇതിന് ഈ സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ വീടുകളിലും പോകുന്നത്. ഈ അപകടം പറ്റിയ ദിവീഷിൻ്റെ ഭാര്യയുടെയും അതേപോലെ തന്നെ ഈ വാർഡിൻ്റെ 7-ാം വാർഡിൻ്റെ മെമ്പറുടെയും പേരിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അത് നാളെ മുതൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാനാണ്, നോട്ടീസ് മുഖാന്തരം പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. നല്ലവരായ സുമനസ്സുകൾ ഈ അക്കൗണ്ടിലേക്ക് സംഭാവന ചെയ്ത് ആ കുടുംബത്തെ രക്ഷിക്കാൻ, ആ ചെറുപ്പക്കാരനെ, ഏതാണ്ട് 10-34 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ ആവശ്യമായ വലിയ ഒരു സഹായങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമ്മൾ കൊടുക്കുന്നത് ചെറുതാണ്. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ പലരും കൂടുമ്പോൾ ഈ സുഹൃത്തിനെ, ഈ ചെറുപ്പക്കാരനെ രക്ഷിച്ച് സമൂഹത്തിൽ നാളെ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ, ആരോഗ്യവാനാക്കി മാറ്റാൻ നമ്മൾക്ക് കഴിയും എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ യജ്ഞത്തിൽ നല്ല രീതിയിൽ എല്ലാവരും വിളിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞങ്ങളും ഒപ്പമുണ്ട് ആ ചെറുപ്പക്കാരനെ സഹായിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജനകീയ സമിതിയിൽ സഹായം തന്നും മറ്റ് പ്രോത്സാഹനം തന്നും ഞങ്ങളെ സഹായിക്കണം. ഒപ്പം ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഈ പ്രക്രിയയിൽ നിങ്ങളും ഒന്ന് കണ്ണിചേരണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. വളരെ അപ്രതീക്ഷിതമായി ഒരു അപകടത്തെ തുടർന്ന് ദിവീഷും അദ്ദേഹത്തിൻ്റെ കുടുംബവും
വലിയൊരു ഭാരിച്ച സംഖ്യ ചികിത്സാ ചെലവിന് വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നിസ്സഹായരായി ആശങ്കരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നാട്ടിലെ മുഴുവൻ സുമനസ്സുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ജാതി മത രാഷ്ട്രീയ കക്ഷി വ്യത്യാസങ്ങൾക്ക് അതീതമായി ഞങ്ങളുടെ സഹോദരനെ അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെയും അവൻ്റെ കുടുംബത്തെയും ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സഹായിക്കാൻ വേണ്ടി ഒന്നിച്ച് ഒരു നാടൊന്നായി തന്നെ കൈകോർത്ത് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്തായിരുന്നാലും ഈ ദിലീപീഷിൻ്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരുണ്യത്തിൻ്റെ നിരറവ് പറ്റാത്ത സുമനസ്സുകളുടെ മനസ്സുകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഈ കമ്മിറ്റിക്ക് വേണ്ടി ഈ അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചാനലിൽ ഒരുപാട് വാർത്തകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള ആവശ്യങ്ങളുമായിട്ട് അത്രയ്ക്ക് വളരെ വിരളമായ വാർത്തകളാണ് ചെയ്യുക. ഈ വാർത്ത കാണുന്നതിനോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതല്ല, നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ അത്രയും ബന്ധപ്പെട്ട ആളുകളോടുകൂടി ഇതൊന്ന് പറയണം. ഇതിലേക്ക് വേണ്ട ചെറിയൊരു തുകയെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കാൻ കഴിയണം. കാരണം നമ്മൾ ഈ ഒരു ചാനൽ സംവിധാനത്തിൽ നമ്മൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ജോലി ഒഴിവ്, അങ്ങനെ വ്യത്യസ്തതരമായ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളോടൊന്നും ഒരു കാര്യങ്ങളും ഇതുവരെ ആവശ്യപ്പെടാറില്ല. പക്ഷേ ഇതൊരു അടിയന്തരമായ ഒരു നാടിൻ്റെ ആവശ്യമാണ്, അതുപോലെ തന്നെ ഒരു യുവാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമാണ്. ഇതിലെല്ലാവരും പങ്കാളികളാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊരു നമ്മുടെയൊക്കെ ഒരു കുടുംബത്തിൽ സംഭവിച്ചാൽ എന്താവും, ഇതുപോലെയുള്ള ജനകീയ കൂട്ടായ്മകൾ വേണം മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ചെറിയ തുകയിൽ നിന്നും ഒതുങ്ങുന്നതല്ല, വലിയൊരു തുകയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു വീട്ടുകാർക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പണം എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായി ഇതുപോലുള്ള കൂട്ടായ്മകൾ വേണ്ടി വരും. അപ്പോൾ വാർത്ത ഷെയർ ചെയ്യുക, മറ്റുള്ളവരിൽ എത്തട്ടെ. അതുപോലെ തന്നെ നിങ്ങളും ഇതിലൊരു പങ്കാളിയാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.